ഈ വീഡിയോയിൽ ആദ്യമേ നമ്മൾ നെതന്യാഹുവിൻ്റെ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. നെതന്യാഹുവിൻ്റെ AI വീഡിയോ, ആ നാടകം ഇതുവരെ അവസാനിച്ചിട്ടില്ല. എത്ര വീഡിയോ 10,000 വീഡിയോ ഇറക്കിയാലും ആ 10,000 വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് അതിനെ കീറി മുറിച്ച് അത് AI ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രോ ഇറാനിയൻ അതേപോലെ പാകിസ്ഥാനി സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള മാസ്റ്റേഴ്സ് ഉണ്ട്. ഈ മാസ്റ്റേഴ്സിൻ്റെ പണികളാണ് ഇതെല്ലാം തന്നെ. ആയത്തുള്ള ഖമനേയിയുടെ മരണത്തിന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെതന്യാഹുവിൻ്റെ AI വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കളിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നെതന്യാഹുവിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. טוב, קצת לספוג שמש. לכם. של מי הכלב? איזה סוג זה? כנענית, ישראלית. כנענית ישראלית, כל הכבוד. טוב, גם לה מגיע קצת. ישראלית אמיתית. יאללה, לכולכם מגיע. יצאתם להתארק קצת? כן. יפה מאוד. תראה, על ירושלים, יש משהו יותר יפה מזה? אין על ירושלים. אין על ירושלים, אין, נהדר. הוא השתגע מזה. תשמע, אני זוכר את זה. אתה זוכר? קוראים לו גיא. זה היה במטוס, אבל זה גם אפשר לפעמים לצאת לרוח, להתאוורר, אבל תמיד להיות ליד מרחב מוגן, וגם פה יש. നെതന്യാഹു വളരെ കൂളായിട്ട് തന്നെയാണ് മൂന്നാമത്തെ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ചെയ്യുന്ന പോലെയുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയും AI വീഡിയോ ആയിട്ട് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ന്യൂയോർക്ക് ടൈംസ് ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മൊജിതാബ ഖൊമേനിയെ കുറിച്ചുള്ളൊരു വാർത്തയാണ്. മൊജിതാബ ഖൊമേനി കോമയിലാണ്, അതേപോലെ തന്നെ ഒരു ലെഗ് ആംബ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അതൊരു സൈഡിൽ, അതാണ് മെയിനായിട്ടുള്ള വാർത്ത. പക്ഷേ To the brave people of Iran, I wish you, as I do every year, a happy holiday season beginning with a festival of lights. It signifies the age-old belief of the Iranian people that light will triumph over darkness, that good will triumph over evil. അതിന് പാരലായിട്ട് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, മൊജിതാബ ഖൊമേനി ഒരു ഗേ ആണ്. അപ്പോൾ അതുകൊണ്ട് ആയത്തുള്ള ഖൊമേനിക്ക് തന്നെ മൊജിതാബ ഖൊമേനിയെ ലീഡർഷിപ്പിൽ കൊണ്ടുവരാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പം നിലവിൽ ശരിക്കും ആയത്തുള്ള അലി ഖൊമേനിക്ക് അലി ലാരിജാനിയെ സുപ്രീം ലീഡർ ആക്കണമെന്നായിരുന്നു താല്പര്യം എന്ന തരത്തിലുള്ള വാർത്തയാണ് ന്യൂയോർക്ക് ടൈംസ് അടിച്ചിറക്കിയിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ IRGCക്കുള്ളിൽ തന്നെ ഒരു കോൺസ്പിറസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പുള്ളിക്കാരൻ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ 7 രാജ്യങ്ങളെ വിളിച്ചു കൂട്ടിയത്. എവിടെ? സ്റ്റേറ്റ് ഓഫ് ഹോർമസിലേക്ക് വരൂ, ഇറാൻ ആണവായുധം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത്, നിങ്ങളല്ലേ കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്നത്. ഇന്നലെ രാവിലെ വൈറ്റ് ഹൗസിൽ നിന്നും കരോലിന ലെവിറ്റ്, ട്രംപിൻ്റെ സ്പോക്സ് പേഴ്സൺ, അവർ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 7 രാജ്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയതിൽ ചൈനയും ഉൾപ്പെടുന്നുണ്ട്. Zelensky, please help me to open the Hormuz Strait. Sorry, Donald, you don't have the cards right now. You are not in a good position. ഈ ചൈനയെ വിളിച്ചത് കേട്ടിട്ട് ഇറാൻ തന്നെ ചിരിച്ച് തള്ളിയിട്ടുണ്ടാവും. കാരണം ഈ ചൈനയെ ഇപ്പോൾ വിളിക്കേണ്ട കാര്യം എന്താണ്? ചൈന ഇറാൻ്റെ പക്ഷത്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചൈന അത് റിജക്റ്റ് ചെയ്ത്, ഞങ്ങളും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ചൈന അത് റിജക്റ്റ് ചെയ്ത്. ചൈന റിജക്റ്റ് ചെയ്ത ഉടനെയാണ് ട്രംപ് എന്നാൽ ഏപ്രിലിലേക്കുള്ള നമ്മളുടെ കൂടിക്കാഴ്ച ഒന്ന് പോസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. ഇറാൻ വിചാരിക്കും ഇയാൾക്ക് വല്ല ഭ്രാന്താണോ ട്രംപിന്, ഇയാൾ എന്തിനാണ് ചൈനയൊക്കെ പോയി വിളിക്കുന്നത്. ചൈന വളരെ അഡമൻ്റ് ആയിട്ട് ഇറാനൊപ്പം നിൽക്കുകയാണ്. ഇൻഫാക്റ്റ് ചൈനയാണ് ഇറാനെ വെച്ചിട്ട് യുദ്ധം നയിക്കുന്നത് തന്നെ. എന്നിട്ടാണ് ചൈനയെ പോയി വിളിച്ചിരിക്കുന്നത് ട്രംപ്. ഇവേ US ഒരു മാസമായിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നുണ്ട്, ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. മറ്റുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പെയിൻ ആയിക്കോട്ടെ, സ്വിറ്റ്സർലാൻഡ് ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ. ജർമ്മനിയുടെ ഡിഫൻസ് മിനിസ്റ്റർ പോറിസ് പിസ്റ്റോറിയസ് പുള്ളിയൊക്കെ പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക നിങ്ങൾ ഒറ്റയ്ക്ക് പോയി അടിച്ചാൽ മതി, ഞങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങളടുത്ത് ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങൾ ഈ യുദ്ധത്തിന് ഇറങ്ങിയത്, നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്, ഞങ്ങളുടെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങളിതിനെ പൊയ്ക്കുമെന്നാണ് ജർമ്മനിയുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. UK പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ബേസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, ഞങ്ങളുടെ ബേസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ നിന്ന് നിങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എയർ ഫ്യൂവലർ ടാങ്കുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ എയർ ബേസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവരും പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ ഇമ്മാനുവൽ മാക്രോൺ എല്ലാ സ്ഥലത്തും ഒരു ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇമ്മാനുവൽ മാക്രോൺ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മസൂദ് പെസസ്കിയാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇറാൻ്റെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മിസൈലുകൾ നിങ്ങളുടേത് മാത്രമായിട്ട് സൂക്ഷിക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അവരെ ഇങ്ങനെയുള്ള പല നിയമങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിച്ചതായിട്ടുള്ള
സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതേ ഇമ്മാനുവൽ മാക്രോൺ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഖത്തറിന് പ്രൊട്ടക്ഷൻ കൊടുക്കും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം ഞാൻ സംരക്ഷണം കൊടുക്കും, ഞങ്ങൾക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഖത്തറുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ഡിഫൻസ് പാക്ട് ഡീൽ ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിലൂടെ നിരനിരയായി കടന്നു പോകും എന്നൊക്കെ പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള പ്രസ്താവനയൊക്കെ പുറപ്പെടുവിച്ച ആളാണ് ഇമ്മാനുവൽ മാക്രോൺ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്നറിയില്ല. പിന്നീട് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ കണ്ടില്ല, പിന്നെ ഒരേ ഒരു വാർഷിപ്പുമായിട്ട് സൈപ്രസിന്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത് കണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്ന മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സൈപ്രസിന്റെ സൈഡിലും ഇല്ല, മൊത്തത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ അവസ്ഥ. ഇന്നലെ ഫ്രാൻസിന്റെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു അറിയിപ്പും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡിനൈ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇറാന്റെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇമ്മാനുവൽ മാക്രോൺ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് സംസാരിച്ചത് എന്താണ്? ഫ്രാൻസിന് സ്വന്തമായിട്ടുള്ള 2 ചരക്ക് കപ്പലുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ കിടപ്പുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണമെന്നാണ് അവസാനം പറഞ്ഞു വെച്ചത് മസൂദ് പെസസ്ക്യാനുമായിട്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ പെസസ്ക്യാൻ പറഞ്ഞത് അത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചതായിട്ടും പക്ഷേ പ്രത്യക്ഷത്തിൽ പെർമിഷൻ ഡിനൈ ചെയ്തതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനെ വേറെ രീതിയിലൊക്കെ മാറ്റി ഞാൻ ഗ്ലോബൽ പീസിന് വേണ്ടിയിട്ടും യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടൊക്കെ അഹോരാത്രം പരിശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇമ്മാനുവൽ മാക്രോൺ പുറത്തുവിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്രേ ഉള്ളൂ. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ ഉക്രൈനെ എങ്ങനെയാണോ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും പറഞ്ഞു പറ്റിക്കുന്നത്. ഇതാണ് യൂറോപ്പിൻ്റെ യഥാർത്ഥ മുഖം. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അവർക്ക് ഒരു ദിവസം വരും, കാരണം അവിടെ റെഫ്യൂജികളെ കൊണ്ട് ഇരിക്കപ്പുറതിയില്ല. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ മിനിസ്റ്റർ ഖായ കല്ലാസ് അവർ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ റഷ്യ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്, അത് ശരിയായ നടപടിയല്ല, അത് ഉക്രൈന് ദോഷം ചെയ്യും, യൂറോപ്പിന് ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അമേരിക്കൻ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് പെട്ടെന്ന് തുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധക്കപ്പലുകളെ അയച്ചു വെക്കൂ എന്നാണ് അമേരിക്ക പറയുന്നത്. എനിവേ അമേരിക്കയ്ക്ക് ഇത് വേണ്ടാത്ത പണിയാണ്. ഇവരെയൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, എഫക്റ്റീവായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു കരുത്തും ഇവർക്കില്ല. ജസ്റ്റ് കപ്പലായിട്ട് കൊണ്ട് നിർത്തും. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അതിനും കൂടി അമേരിക്ക പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവന്മാർ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് ബോധേഡാവേണ്ടതില്ല. ഈ അമേരിക്കൻ സൈഡിൽ നിന്നും യുദ്ധം ചെയ്യുന്നത് ട്രംപ് അല്ല, അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ്. പക്ഷെ യുദ്ധം ചെയ്യുന്നത് സോൾജേഴ്സ് ആണ്, അതിന് വേറെ ടീമുണ്ട്. അമേരിക്ക ഫുൾ കോൺഫിഡൻസ് ആണ്, ഇസ്രായേൽ അതിനേക്കാളും ട്രിപ്പിൾ ടൈംസ് കോൺഫിഡൻസിലാണ്. ഈ കോൺഫിഡൻസ് ലെവൽ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് 3 ആഴ്ച തരൂ, 3 ആഴ്ച. വെറും 4 ദിവസം കൊണ്ട് അവിടെ പ്രൊട്ടസ്റ്റ് റെജീം ചേഞ്ചിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇനി ഇസ്രായേൽ നടത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബ്ലൂ പ്രിന്റ് അവർ തയ്യാറാക്കി കഴിഞ്ഞു. ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷനുകൾ അറ്റാക്ക് ചെയ്യുകയാണ്. ഈ പോലീസ് സ്റ്റേഷൻ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ താറുമാറാക്കുക എന്നുള്ളതാണ്. ഇറാൻ്റെ ഉള്ളിലെ ലോ ആൻഡ് ഓർഡർ അത് തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് പൊതുജനങ്ങൾക്കൊരു പേടിയില്ലാത്തൊരു അവസ്ഥ അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പ്രതിഷേധിക്കാൻ ഇറങ്ങി തിരിച്ചാലും ഈ പോലീസുകാരന്മാർ, ഈ ബസീജ് എന്ന് പറഞ്ഞ ഈ പോലീസുകാരന്മാർ വന്നിട്ട് ഈ പൊതുജനങ്ങൾക്ക് നേരെ വെടിവെക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നത്. ഇതേപോലെ സോഷ്യൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ IRGCയുടെ സ്ഥാപനങ്ങളെ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ ടാസ്ക്. ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 ആഴ്ച, ജസ്റ്റ് 3 ആഴ്ച, വെറും 3 ആഴ്ച കഴിയുമ്പോൾ ഈ യുദ്ധത്തിന്റെ ഫേസ് ടോട്ടലി മാറിയിരിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ ഏതോ വിജയിച്ച മട്ടിലുള്ള പ്രസ്താവനകളാണ് ഇറാൻ എപ്പോഴും പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഇറാൻ പതിയിരിക്കുന്ന അപകടം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഇറാൻ ഇത്തരത്തിൽ വാചക കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ശരിക്കും ഇറാനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇറാൻ്റെ ഉള്ളിൽ ശരിക്കും കെട്ടിടങ്ങളൊക്കെ നിലം പൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ IRGC ഭരണകൂടത്തിൽ തെരഞ്ഞു പിടിച്ചുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. എങ്ങനെയാണ് ഈ രാജ്യത്തിന് ഇത്രമാത്രം പ്രസ്താവനകൾ മാത്രം പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ലോകത്തെ ധരിപ്പിച്ചുകൊണ്ട് ഒരു ഇലൂഷനാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇറാൻ. ശരിക്കും ആ ഇലൂഷൻ തകർന്ന് വീഴാൻ പോവുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും തോറ്റിരിക്കുകയാണ്. ശരിക്കും ഈ മിസൈലുകളുടെ എണ്ണം നിങ്ങൾ നോക്കൂ. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 16 വരെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മിസൈലുകളുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദിവസം അവർ അയച്ച മിസൈലും ഡ്രോണുകളുടെയും എണ്ണം കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീരെ കുറഞ്ഞിട്ടുണ്ട്. ഇനി അവരെ ഇനി പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇറാൻ എണ്ണിപ്പറക്കിയുള്ള മിസൈലുകൾ മാത്രമാണ് അയക്കുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ മിസൈലുകളുടെ എണ്ണം ഇത്ര രീതിയിൽ കുത്തനെ ഇങ്ങനെ കുറയാൻ പാടില്ല. അവരുടെ കയ്യിൽ സ്റ്റോക്ക് പൈൽസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ മിസൈലുകൾ എണ്ണത്തിൽ വരേണ്ടതാണ്.
പക്ഷേ ഇത് ക്രമേണ കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇന്നലെയൊക്കെ വളരെ തുച്ഛമായ മിസൈലുകൾ, 2 മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. അതുപോലെ മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ആക്രമണങ്ങൾക്കും ഗണ്യമായ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇറാൻ ഒരു സൈഡിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് എവിടെയോ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞു വെച്ചതുപോലെ ഇറാന്റെ മെജോറിറ്റി സ്റ്റോക്ക് പൈൽസ് ഞങ്ങൾ അടിച്ച് കാലിയാക്കിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ഇറാൻ ഓപ്പൺ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ 1 ഇയർ യുദ്ധം നടത്താൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഇയർ സ്ട്രെച്ച് ചെയ്തുള്ള യുദ്ധം നടത്താൻ അവർ തയ്യാറാണത്രേ. പക്ഷേ അതിനോടൊപ്പം ഒന്നുകൂടെ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവണ്ട, ഇസ്രായേൽ ഓൾറെഡി 3 ആഴ്ച അടിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ റെജീം ചേഞ്ച് നടത്തുന്നതുവരെ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ പാടെ ഇറാന്റെ സൈഡിൽ വന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, സാങ്ഷൻസ് ഉപരോധം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റണം, അതുപോലെ ഞങ്ങളുടെ ഫ്രോസൺ അസറ്റുകൾ അത് മൊത്തത്തിൽ റിലീസ് ചെയ്യണം, അതുപോലെ തന്നെ നഷ്ടപരിഹാരം, ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾക്കും ഈ നാശനഷ്ടങ്ങൾക്കൊക്കെ നഷ്ടപരിഹാരം തരണം, അതുപോലെ ഡോളർ ഇതര ട്രേഡ് നടത്താനുള്ള പെർമിഷൻ വേണം. ഓരോ ദിവസം ഒരു അഡീഷണൽ ആയിട്ട് പോയിന്റുകൾ കൂട്ടിക്കൂട്ടി വരികയാണ്. ഇന്നലെ 3 പോയിന്റുകൾ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നിപ്പോൾ അഡീഷണൽ ആയിട്ട് 4ാമത്തെ പോയിന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്വസ്റ്റുകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ 1 ഇയർ യുദ്ധം നടത്താൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ എന്തിനിടെ ഇപ്പോൾ ഇങ്ങനത്തെ റിക്വസ്റ്റുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് യുദ്ധം നിർത്തണോ? ഒന്നെങ്കിൽ അങ്ങോട്ട് ഇല്ലെങ്കിൽ ഇങ്ങോട്ട്, അല്ല ഞങ്ങൾ 1 ഇയർ യുദ്ധം നടത്തും, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കോൺട്രഡിക്ഷനാണ്. എനിവേ ഇറാൻ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ലീഡർഷിപ്പില്ല, അത് വളരെ വളരെ വ്യക്തമാണ്. പല രാജ്യങ്ങളും അവരുടെ റിസർവ്ഡ് ഓയിൽ ശേഖരത്തിൽ നിന്നും റിലീസ് ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ. അപ്പോൾ അതുകൊണ്ട് ജപ്പാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ G7 രാജ്യങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഓയിലിൻ്റെ പ്രൈസ് $96 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 3 ആഴ്ച എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ലെബനൻ്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾക്ക് കൃത്യമായിട്ട് ചാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ IDF. ഗ്രൗണ്ട് ഫോഴ്സ് ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്, എയർ സ്ട്രൈക്കും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ലൈനിൽ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന ഈ സദൻ ലെബനാനാണ്. അത് കഴിഞ്ഞാൽ ലിറ്റാനി റിവറിൻ്റെ തൊട്ട് പുറകിലുള്ള ഏരിയ അത് ഇസ്രായേൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവിടെയും ഹിസ്ബുള്ളയുടെ നല്ല രീതിയിലുള്ള സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വാദം. അതുപോലെ അത് കഴിഞ്ഞ് അവർ എയിം ചെയ്യുന്നത് ബെയ്റൂത്താണ്, ആ കോർണറിൽ ബെയ്റൂത്ത്. അത് കഴിഞ്ഞാൽ അങ്ങ് അറ്റത്ത് വരെ ചെന്ന് അടിക്കാനാണ് ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും 3 ആഴ്ച കഴിയുമ്പോൾ ഇറാൻ ഒതുങ്ങുന്നോ ഇല്ലയോ, ലെബനാൻ്റെ കാര്യം അധോഗതിയായിരിക്കും. അത് മാത്രം 100% ഉറപ്പുള്ള കാര്യമാണ്. അതായത് ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗാസയല്ല ഇറാൻ, ലെബനാൻ അല്ല ഇറാൻ. ലെബനാൻ എന്ന് പറഞ്ഞ ചെറിയ രാജ്യത്ത് തന്നെ കുറച്ച് നാൾ ഇവർ ഇച്ചിരി ഫോക്കസ് മാറി സിറിയയുടെ സൈഡിലും ഗാസയുടെ സൈഡിലൊക്കെ ഫോക്കസ് ചെയ്ത് നിന്ന സമയത്ത് ഇപ്പം ഡെയിലി 50-60 റോക്കറ്റുകളാണ് ഇപ്പം ഹിസ്ബുള്ള മണ്ണിനടിയിൽ നിന്നൊക്കെ കുഴിച്ചു വെച്ചിരിക്കുന്നതൊക്കെ എടുത്ത് ഇസ്രായേലിന് നേരെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഇപ്പോഴും സ്റ്റോക്ക് പൈൽസ് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് തുടരെ ഇസ്രായേൽ ലെബനന്റെ മേളിൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊരു പരിധിവരെ ഇസ്രായേലിനെ നമുക്ക് ശരിവെക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ലെബനന്റെ മേളിൽ തുടരെ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് പറഞ്ഞാൽ ഈ ഹെസ്ബുള്ളയെ വിശ്വസിക്കാൻ പറ്റത്തില്ല, സീസ് ഫയറിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തുടരെ സീസ് ഫയർ എന്ന് പറഞ്ഞുള്ള ആ ഒരു കണ്ടീഷൻ പോലും മാനിക്കാതെ ഇസ്രായേൽ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ട് തന്നെ ഇരുന്നത്. ഇനി ഇസ്രായേൽ ആ ആക്രമണം കൂടി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ യുവമാരുടെ കയ്യിൽ വലിയ ആറ്റം ബോംബൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് യുവമാർ ഇസ്രായേലിനെതിരെ വിടും, ഉറപ്പാണ്. അമേരിക്ക തുർക്കിയിലെ എയർബേസ് ഫുൾ ഫ്ലെഡ്ജായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിലെ പ്രസിഡന്റ് തയ്യബ് എർദോഗന് കുറച്ച് ടെൻഷൻ ഉണ്ട്. പക്ഷേ എർദോഗൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? നാറ്റോയിലെ അംഗമാണ്. ഇനിയിപ്പോൾ റൊമാനിയയ്ക്ക് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്, നിങ്ങൾ എയർബേസ് കൊടുക്കരുതെന്ന്. റൊമാനിയയ്ക്ക് കൊടുക്കരുത് എങ്ങനെയാണ് പറയാൻ പറ്റുക? റൊമാനിയ നാറ്റോയിലെ അംഗമാണ്. അപ്പോൾ ഒരു സൈഡിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലർക്കും അമേരിക്കയുമായിട്ട് മുന്നോട്ട് ചേർന്ന് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യക്കുറവുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ റൊമാനിയയ്ക്ക് മേളിലോ തുർക്കിക്ക് മേളിലോ ഇറാൻ ഒരു ഡ്രോൺ അറ്റാക്കോ ഒരു മിസൈൽ അറ്റാക്കോ നടത്തിക്കഴിഞ്ഞാൽ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 ഫോളോ ചെയ്യപ്പെടുമോ ഇല്ലയോ? ഇതാണ് അമേരിക്കയുടെ ചോദ്യം. ഇവിടെ അമേരിക്ക കൃത്യമായിട്ട് യൂറോപ്പിന് ഒരു ചെക്ക് വെക്കുകയാണ്. ശരിക്കും നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു ചെക്ക് വെക്കുന്നത്. ഇപ്പം നാറ്റോ രാജ്യങ്ങൾ ആർട്ടിക്കിൾ 5 പാലിക്കാൻ മടിക്കുന്നു അല്ലെങ്കിൽ വിസമ്മതിക്കുന്നു എങ്കിൽ പിന്നെ നാറ്റോ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാവില്ല. അമേരിക്ക കർശനമായിട്ടുള്ള തീരുമാനമെടുക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വന്നൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടം തന്നെയാണ്. കാരണം അമേരിക്കയുടെ പ്രോഡക്റ്റുകളും ഇസ്രായേലിൻ്റെ പ്രോഡക്റ്റ് എല്ലാം തന്നെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ $12 മില്യൺ വില വരുന്ന 8 ഹെർംസ് ഡ്രോണുകൾ അടിച്ചിട്ടിട്ടുണ്ട്. ആ 8 ഹെർംസ് ഡ്രോണുകളുടെ ടോട്ടൽ കോസ്റ്റാണ് $12 മില്യൺ എന്ന് പറയുന്നത്. $12 മില്യൺ എന്ന് പറയുന്നത്. 6 ഹെറോൺ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അത് ഏതാണ്ട് $17.5 മില്യൺ വർത്ത് വരും. 7 MQ-9 റീപ്പർ ഡ്രോൺ $20 മില്യൺ ലോസ് ആണ്. 3 F-15 ഫൈറ്റർ ജെറ്റുകൾ കുവൈറ്റിൽ തകർന്നു വീണത്
അത് ഏതാണ്ട് $100 മില്യൺ വർത്ത് വരുന്നതാണ്. ആ ലോസ് അത്ര ഉണ്ട്, $100 മില്യൺ. ഒരു ബോയിങ് KC-135 എയർക്രാഫ്റ്റ് റീഫ്യൂവലർ, അതിന് ഏതാണ്ട് $65 മില്യൺ ഉണ്ട് ഒരു എയർക്രാഫ്റ്റിന്. ഇത് മാസീവായിട്ടുള്ള ലോസാണ്. ഈ ലോസാണ് ഇപ്പം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായത്. ഇതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റിൽ സ്ഥാപിച്ചിരുന്ന റഡാർ അതേപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടബിലിറ്റിയിലാണ് അത് വരുന്നത്. ഇനി അമേരിക്ക ചെയ്യാൻ പോകുന്ന ഒരു മാസീവായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ 5000 മെറൈൻ സോൾജേഴ്സിനെ കൊണ്ട് ഇറക്കുകയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ, അതായത് പേർഷ്യൻ ഗൾഫ് ഏരിയയിൽ. ഇത് ശരി മിഡിൽ ഈസ്റ്റ് ഗൾഫ് ഏരിയയിൽ നിന്നും പേർഷ്യൻ ഗൾഫ് ഏരിയയിലോട്ട് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിനെ ഏത് വിധേനയും കൈക്കലാക്കുക എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് കാർഗ് ഐലൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്ക ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ 10 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് അത് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തി ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ ചെക്ക് പോയിന്റുകളുണ്ട് ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്ത് ഇറാനെ ലാൻഡ് സൈഡിൽ നിന്നും കൃത്യമായിട്ട് എയർ സ്ട്രൈക്കുകളൊക്കെ നടത്തി ആ മേഖലയെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ഇറാന്റെ കൺട്രോളിൽ ഇരിക്കുന്ന അത്രയും സ്ഥലങ്ങളിലും എയർ സ്ട്രൈക്ക് തുടരെ എയർ സ്ട്രൈക്ക് നടത്തി ബോർഡർ ഏരിയയിൽ നിശ്ചിത തോതിലുള്ള കിലോമീറ്ററിന് ത്രെട്ടുകളൊന്നും ഭീഷണികളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് കൃത്യമായിട്ട് കാർഗ് ഐലൻഡിനെ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് അമേരിക്ക തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. വളരെ സീക്രട്ട് ആയിട്ട് ഈ മിഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ വിചാരിക്കുന്നത് പോലെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരു കുലുക്കവും സംഭവിക്കില്ല. ഇറാൻ എന്തോ വിജയിച്ചതായിട്ട് താൽക്കാലികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാന്റെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തിരിച്ചറിയുന്നില്ല. ഇല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദേ ആർ ഹെൽപ്ലെസ്. അങ്ങനെ മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പാകിസ്ഥാൻ കാബൂളിൽ ഒരു ആശുപത്രിക്ക് മേളിൽ ആക്രമണം നടത്തി 300 പേരിലധികം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലുള്ള 300 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി സാധാരണക്കാർ ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ പല മേഖലകളിലും അഫ്ഗാനിസ്ഥാൻ ഇപ്പം തിരിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റുകൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.